അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ബാക്കി വാർത്തകളൊക്കെ ഒരുപാട് ആ സമയത്തൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഒരുപാട് വാർത്തകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഫുട്ബോൾ ആരാധകർക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു ചെറു സ്പന്ദനം പോലും മിസ്സായിക്കൂടാ എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അനിൽ വാസുദേവന്റെ നേതൃത്വത്തിൽ ഒരു വമ്പൻ ടീം 24 സ്പോർട്സുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ജോപ്പോളേട്ടൻ തുടരുകയാണ്. ജോപ്പോളേട്ട ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത്തവണ ചെറിയ കളികളല്ല, ലോകകപ്പിൽ നടക്കാൻ പോകുന്ന ചെറിയ കളികളല്ല. അപ്പോൾ നമ്മളും ചെറിയ കളികളല്ല എന്ന് തന്നെയാണ് ജോപ്പോളേട്ടൻ അടക്കമുള്ള ആളുകൾ ഇത് ഇക്കാലം അത്രയും സഹായിച്ച, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ലോകകപ്പ് ഇത്തവണ വല്ലാത്ത കളറാക്കി മാറ്റാൻ നമ്മളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അമേരിക്കയിൽ നിന്നടക്കം നമ്മുടെ റിപ്പോർട്ടുകളുണ്ട്, അഭിമുഖങ്ങളുണ്ട്, എക്സ്പ്ലെയിനേഴ്സ് ഉണ്ട്. ഒപ്പം തന്നെ പുതിയ സാങ്കേതിക വിദ്യ എന്തൊക്കെ കിട്ടാനുണ്ട് അതൊക്കെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊണ്ട് ഒരു വമ്പൻ പരിപാടി, ചെറിയ പരിപാടി ഒന്നുമില്ല എന്നത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു ആവേശത്തിൻ്റെ ഒപ്പം ചേരാൻ നിൽക്കുകയാണ്. ഒരു ഉദ്ഘാടന മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. 2010 ലോകകപ്പിന്റെ ഒരു ഉദ്ഘാടനത്തിന്റെ ഒരു തനിയാവർത്തനം എന്നൊക്കെ പറയാം. അന്നത്തെ ആ മത്സരം പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം ഖത്തർ ജയിക്കുന്നതാണ്. കാരണം അതിലൊരു മലയാളി കളിക്കുന്നുണ്ട്. രാവിലെ മോർണിംഗ് ഷോ വായിക്കുമ്പോഴേക്ക് താഴെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഒരു ടീം എന്നുണ്ടാവും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയായിരുന്നു, ഇന്ത്യക്ക് വേണ്ടി നമുക്ക് ടീം ഇല്ലെങ്കിൽ നമ്മുടെ ഒരു മിടുക്കൻ കുട്ടൻ വേറൊരു രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ണുനിറയെ കാണാൻ ഒരു കളിക്കാരനുണ്ട് ഇക്കുറി, നമ്മുടെ ചങ്ക് എന്ന് പറയാൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. വെരി ഗുഡ്. എന്തായാലും അഭിമാനം. ഒപ്പം തന്നെ ഈ തൗസിന്റെ സാധ്യതകൾ, അദ്ദേഹം കഴിഞ്ഞ തവണ അയർലൻഡിനെതിരായ മത്സരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തെ നോക്കിയപ്പോൾ പഠിച്ചപ്പോൾ മനസ്സിലാവുന്നത് ലെഫ്റ്റ് വിങ്ങിൽ കുതിച്ചു പായുന്ന ഒരു താരം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിന് അല്ലെങ്കിൽ കേരള ഫുട്ബോളിന് ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരു മറുപടിയാണ്. നല്ല സൗകര്യങ്ങൾ കിട്ടിയാൽ, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടിയാൽ നമ്മുടെ നാട് മുന്നേറും. ഒരുപക്ഷെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ നമുക്ക് കേരളക്കാർക്ക് കൊണ്ട് മാത്രം സാധിക്കും, അല്ലെങ്കിൽ മലയാളികളെ കൊണ്ട് മാത്രം ഒരു ടീം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. താങ്കളുടെ പ്രിയ സുഹൃത്ത് IM വിജയൻ അടക്കമുള്ളവർ ഇതിനൊരു ഉദാഹരണമാണ്. താങ്കൾ അടക്കമുള്ളവർ ഉദാഹരണങ്ങളാണ്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ഭാവിയിൽ നമ്മൾ വരുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ ത്രിവർണ്ണ പതാക ആ വിശ്വവേദിയിൽ, ഫുട്ബോളിന്റെ കാൽപന്ത് കളിയുടെ വിശ്വമാമാങ്ക വേദിയിൽ ഉയരുന്ന ആ ദിവസത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പ്, അതല്ലേ? തീർച്ചയായിട്ടും എന്തായാലും ഒരു ദിവസം വരും. അധികം താമസിയാതെ തന്നെ. ചേട്ടാ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഖത്തർ കപ്പടിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മുടെ ഒരു ചെറുക്കൻ, നമ്മുടെ ഒരു പയ്യൻ അതിൽ കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹം പോലെ നടക്കുമെന്ന് അറിയില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ഇപ്പോൾ പറയുന്ന മുഖ്യധാര ടീമുകൾ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ എന്നതിനൊക്കെ അപ്പുറം നേരത്തെ ഞങ്ങൾ പറയായിരുന്നു, ഏതെങ്കിലും ഒരു ടീം ഒരു കറുത്ത കുതിരയെ പോലെ ബാക്കിൽ നിന്ന് ഓടി കതച്ച് മുന്നിൽ കയറുന്ന കപ്പെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ എന്തും സംഭവിക്കാം. ഫുട്ബോളാണ്. അതെ അതെ, നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നേരത്തെ എല്ലാ ടീമുകളും ഭയങ്കര ഫൈറ്റ് ആയിരിക്കും. ഈ കൊല്ലത്തെ ലോകകപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾക്ക് ഒരു കിസി വിജയം അങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, എത്ര 3 വർഷമായിട്ട് ഇറ്റലിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊന്നും ആലോചിച്ച് നോക്കോ, ഇത്രയും നല്ല ടീമായിരുന്നു, 3 വർഷമായിട്ട് കളിക്കാൻ സാധിച്ചിട്ടില്ല ലോകകപ്പ്. പക്ഷെ മെസ്സി നമ്മുടെ ഈ ഇപ്പൊ കഴിയുന്ന മത്സരങ്ങളിലൊക്കെ അനായാസം, ഇന്നിപ്പോ പകരക്കാരനായി ഇറങ്ങി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ചുമ്മാ പുഷ്പം പോലെ ഗോളടിക്കുക. അപ്പൊ മെസ്സിയുടെ ഒന്നും കായികക്ഷമതയിലോ ഏതെങ്കിലും തരത്തിൽ കളിമികവിലോ കേളി ശൈലിയിലോ ഒന്നും ഒരു തരിമ്പും കുറവുണ്ടായിട്ടില്ല. ഫുൾ ഫോമിലാ. അതെ, അല്ല, അർജന്റീന ടീം നല്ല ഫോമിൽ തന്നെയാണ് നമ്മൾ കണ്ടത്. അവരെല്ലാ കളികളും നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ ജോപ്പോളേട്ടൻ ആദ്യകാലം തൊട്ടേ ഏത് ടീമിന്റെ ഒരു എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ടീം ഉണ്ടാവും, അത് ഏതായിരുന്നു എന്നറിയാൻ ഒരു കൗതുകമുണ്ട്. ഖത്തർ കപ്പടിക്കട്ടെ എന്ന് പറയുന്നതിന്റെ ഇടയിലും ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ അർജന്റീനയിലെ ആയിരുന്നു. 86 മുതൽ കളി കണ്ടു തുടങ്ങുന്നതാണ്. അപ്പൊ നമുക്ക് എപ്പോഴും മറ്റോടെ ആ കളികൾ കണ്ട് നമ്മൾ ആദരിച്ചു പോകുന്നതാണ്. അതുപോലെ ആ ടീമിനോടൊരു സ്നേഹമായി. അവസാനം ഇപ്പൊ എല്ലാവരും പറഞ്ഞോടേ അർജന്റീന, ബ്രസീൽ മാത്രമുള്ളതാണ്. അപ്പൊ ഞാൻ ടീം മാറ്റി പിടിച്ചു, ഇംഗ്ലണ്ട്. അത് പറഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിന്റെ സാധ്യതകൾ എത്തവണ എങ്ങനെയാ? അതായത് എല്ലാ കൊല്ലവും ഇറ്റ്സ് കമ്മിങ് ഹോം എന്നൊക്കെ പറഞ്ഞു വരും, പക്ഷെ അവസാനം അത് പൊളിഞ്ഞു പോകും. ഒരു പിടി താരങ്ങൾ എനിക്ക് തോന്നുന്നു നല്ല കളികൾ കളിക്കുന്നുണ്ട്. സെമിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ടീമിന് എന്ത് പറ്റുമെന്ന് അറിയുന്നില്ല. അവിടെയാണ് ഈ തോമസ് ടുഷേലിന്റെ ചില നീക്കങ്ങൾ, അല്ലെങ്കിൽ ചില എന്താ പറയുക ഒഴിവാക്കലുകൾ, പോൾ പാർമർ അടക്കമുള്ള ആളുകളെ ഒഴിവാക്കിയതൊക്കെ തന്നെ അത് തിരിച്ചടിയായി മാറാൻ വല്ല സാധ്യതയുണ്ടോ? അതൊരു കോച്ചിന്റെ ഒരു ഡിസിഷനാണ്. അതിൽ നമുക്ക് അധികം ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം ആ കോച്ചിന്റെ ഫോർമാഷനിൽ എങ്ങനെയാണ് പ്ലേയേഴ്സ് തിക്കാവുന്നത്, അതാണ് ആ ഫോം ഉണ്ടെങ്കിൽ. പക്ഷെ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഫോർഡനിങ് അതുപോലെ തന്നെ ഫാർമലൊക്കെ പുറത്താക്കിയത്. എന്നാലും നല്ല ബെസ്റ്റ് പ്ലേയേഴ്സിനെ എടുത്തിട്ടുണ്ടാവും.
എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആ കോച്ചിന്റെ ഒരു ഫോർമേഷൻ എനിക്ക് ചിലപ്പോൾ ഈ പ്ലേയേഴ്സ് സൂട്ട് ആവില്ല, അതുകൊണ്ടായിരിക്കും മാറ്റി നിർത്തിയത്. അതെ, അപ്പോൾ ഇനിയിപ്പോ നമ്മുടെ കളിക്കളത്തിൽ കളിക്കുന്ന ചെറിയ കുട്ടികളൊക്കെ ടിക്കിട്ടാക്കെ പറ്റിയും കേളിശൈലിയെ പറ്റിയും ഫോർമേഷനെ പറ്റിയും ഇന്ന ആളെ ഇറക്കിയാൽ ഇന്ന ആള് കയറ്റിയാൽ നല്ലായിരുന്നു എന്നതിനെ പറ്റി വളരെ ശാസ്ത്രീയമായി വളരെ വിദഗ്ധമായി സംസാരിക്കുന്ന പ്രായഭേദമന്യ അങ്ങനെ സംസാരിക്കുന്ന 7 വയസ്സുകാരനും ഉണ്ടാവും, 78 വയസ്സുകാരനും ഉണ്ടാവും. അപ്പൊ ഇനി അതിന്റെ കാലം വരാൻ പോകും. അതെ, കാരണം അത് പറഞ്ഞ ഇപ്പൊ എല്ലാവരും നല്ല അതിനെ കുറിച്ച് നല്ല പോലെ കളി കണ്ടു തുടങ്ങി. ഏതൊക്കെ ഫോർമാറ്റിലാണ് കളിക്കുന്നത്, ആരാണ് ഇപ്പൊ എല്ലാവർക്കും പൊസിഷൻ വരെ കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കും. മുന്നേ നമ്മൾ ഫുട്ബോൾ കളി കാണുന്നത് മാത്രമായിരുന്നു. ഇപ്പൊ ഓരോ കുട്ടികൾ ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ പറയും ഇന്ന പൊസിഷനിലാണ് ഈ പ്ലെയർ കളിക്കുന്നത്. പെട്ടെന്ന് അതായത് അവരുടെ ഇന്റലിജൻസ് എന്നത് അതായത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് ആ കുട്ടികൾക്ക് ആ കളി കണ്ട് നമ്മൾ പറയില്ലേ ഈ കളി ഇങ്ങനെ ആകണമായിരുന്നു, അല്ലെങ്കിൽ പ്ലെയർ ഇങ്ങനെ കുറച്ചുകൂടി കളിക്കണമായിരുന്നു. അപ്പൊ എല്ലാവരും ഇന്നിപ്പോ എല്ലാവരും ഫുട്ബോളാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും അക്കാദമികൾ തുടങ്ങി കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുകൾ വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.